നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് യൂണിറ്റാണ് പ്രൊഫഷണൽ റൈറ്റ്സ്, എംപ്ലോയി റൈറ്റ്സ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ റൈറ്റ്സും എംപ്ലോയി റൈറ്റ്സുമാണ്. ഓക്കെ, സോ എന്താണ് ഈ പ്രൊഫഷണൽ റൈറ്റ്, എംപ്ലോയി റൈറ്റ് എന്ന് ചോദിച്ചാൽ, പ്രൊഫഷണൽ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡോക്ടർ എന്ന് വിചാരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ലോയർ, ആരോ ആയിക്കോട്ടെ, ഒരു പ്രൊഫഷണലിന് ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഡോക്ടർ ആണെങ്കിൽ ആസ് എ ഡോക്ടർ പുള്ളിക്ക് ആ ഒരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന എംപ്ലോയർ എന്തെല്ലാം റൈറ്റ്സ് കൊടുക്കണം, അതായത് ഒരു ഡോക്ടർ എന്ന നിലയിൽ തനിക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതെല്ലാം തൻ്റെ വർക്ക് പ്ലേസിൽ കിട്ടിയിരിക്കണം. അതാണ് ഈ പ്രൊഫഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. പുള്ളിക്ക് സാലറി കൃത്യമായിട്ട് കിട്ടിയിരിക്കണമെന്നോ മറ്റ് എംപ്ലോയി ബെനിഫിറ്റ് കിട്ടണമെന്നോ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. ദാറ്റ് ഈസ് എംപ്ലോയി റൈറ്റ്. എംപ്ലോയി റൈറ്റിൽ കിട്ടേണ്ടതെല്ലാം ഡോക്ടർക്കും കിട്ടും. എന്നാൽ ഒരു പ്രൊഫഷണൽ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് താൻ ചെയ്യുന്ന ജോലി എന്താണ്, ഞാനൊരു ഡോക്ടറാണ്, ആസ് എ ഡോക്ടർ എനിക്ക് ഈ സ്ഥാപനത്തിൽ കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കിട്ടിയിരിക്കണം, എംപ്ലോയീസിന് കിട്ടേണ്ട റൈറ്റ് എല്ലാം കിട്ടണം, അതൊക്കെ. അത് കൂടാതെ ആസ് എ പ്രൊഫഷണൽ എനിക്ക് കിട്ടേണ്ട മറ്റ് റൈറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പറയുവാണ് എനിക്കൊരു സെപ്പറേറ്റ് കൺസൾട്ടിങ് റൂം ഉണ്ടായിരിക്കണം, എനിക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അവിടെ എനിക്ക് എക്സ്റേ നോക്കാനായിട്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എനിക്ക് അസിസ്റ്റൻ്റായിട്ടൊരു നഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ആസ് എ ഡോക്ടർ എനിക്ക് കിട്ടേണ്ട റൈറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഒരു സീനിയർ ഡോക്ടറാണ്, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വരണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടണം. സോ ആ എംപ്ലോയർ ആ ഡോക്ടർ എന്ന പ്രൊഫഷന് കൊടുക്കുന്ന റൈറ്റ്സ് ആണ് സെപ്പറേറ്റ് ഒരു റൂം, ഓക്കെ, റൂം തരാം, കൺസൾട്ടിങ് റൂം എന്തായാലും വേണമല്ലോ, ഒരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, AC റൂം ആയിരിക്കണം, എനിക്ക് ഒന്നിടവിടെ എനിക്ക് ജസ്റ്റ് ലൈക്ക് ഇപ്പം ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്നത് ആ ഡോക്ടർ എന്ന നിലയിൽ പുള്ളിയുടെ ജോലി ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. അപ്പോൾ ശരിക്കും പ്രൊഫഷണൽ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഫഷണലിന് പുള്ളിയുടെ വർക്ക് പ്ലേസിൽ ഫെയർ ട്രീറ്റ്മെൻറ്റും ഓപ്പർച്യൂണിറ്റീസും റെസ്പെക്റ്റും ഇതെല്ലാം കിട്ടിയിരിക്കണം. ആ ഒരു ഉദ്ദേശത്തിൽ ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ ലോയർക്ക് അല്ലെങ്കിൽ ആ എഞ്ചിനീയർക്ക് കൊടുക്കുന്ന ആസ് ആൻ എംപ്ലോയി പുള്ളിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അതല്ലാതെ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ പുള്ളിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മൾ അഡീഷണലി കൊടുക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ എംപ്ലോയി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും സെക്യൂരിറ്റി സ്റ്റാഫ് ആയാലും ഡ്രൈവർ ആയാലും ആരോ ആയിക്കോട്ടെ, ആസ് ആൻ എംപ്ലോയി അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് കിട്ടിയിരിക്കണം. അതാണ് ഈ പറയുന്ന കൃത്യമായിട്ട് ശമ്പളം കിട്ടിയിരിക്കണം, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, മറ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയിരിക്കണം, എംപ്ലോയിയുടെ റൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കണം. ഇതെല്ലാം തന്നെയും എംപ്ലോയി റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എല്ലാം ഡോക്ടർക്കും കിട്ടത്തില്ലേ? ഡോക്ടേഴ്സിന് ഈ എംപ്ലോയി റൈറ്റ്സ് എല്ലാം കിട്ടും. ഏതൊരു ഡോക്ടറാണെങ്കിലും പുള്ളിക്ക് കിട്ടേണ്ട എംപ്ലോയി റൈറ്റ്സ് എല്ലാം കിട്ടും. മാസാമാസം ശമ്പളം കിട്ടിയിരിക്കണം, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, മറ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയിരിക്കണം, PFും ESI ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തിരിക്കണം, അതെല്ലാം കിട്ടും. ഇൻ അഡീഷൻ ടു ദാറ്റ് പുള്ളി ഒരു ഡോക്ടറാണ്, പുള്ളി ഒരു സീനിയർ ഡോക്ടറാണ്, ഭയങ്കര പ്രാക്ടീസുള്ള ഡോക്ടറാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഇവിടെ മറ്റ് ചില അവകാശങ്ങളും കൂടെ കൊടുക്കണം. ആ പ്രൊഫഷണലിന് കൊടുക്കുന്ന റൈറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ പറയുന്ന സെപ്പറേറ്റ് റൂം, അത് AC റൂം ആയിക്കോട്ടെ, അസിസ്റ്റൻ്റായിട്ട് ഒരു ഡോക്ടറെ കൊടുക്കാം, ഒരു നേഴ്സിനെ ഇട്ടേക്കാം, കമ്പ്യൂട്ടർ ഫെസിലിറ്റി കൊടുത്തിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ചായ വേണമെങ്കിൽ കൊടുത്തിരിക്കാം. ഇതെല്ലാം എന്ന് പറയുന്നത് ആ പ്രൊഫഷന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ക്ലിയർ? എംപ്ലോയി റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ എംപ്ലോയീസിനും, ഒരു സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും ചില അവകാശങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതാണ് ഈ എംപ്ലോയി റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡോക്ടറും നേഴ്സും കമ്പൗണ്ടറും സെക്യൂരിറ്റി സ്റ്റാഫും റിസപ്ഷനിസ്റ്റും എല്ലാവരും വരും. ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് നമ്മൾ ശമ്പളം കൊടുത്തിരിക്കണം. എല്ലാവർക്കും ഒരേ ശമ്പളമൊന്നുമല്ല, എല്ലാവർക്കും കൃത്യമായ ശമ്പളം കൊടുത്തിരിക്കണം, എല്ലാവർക്കും നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഈ പറയുന്ന റെസ്റ്റ് റൂമോ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസോ അതെല്ലാം കൊടുത്തിരിക്കണം. അത് എംപ്ലോയി റൈറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷേ ഓരോ പ്രൊഫഷൻ്റെ ബേസിൽ ആ പ്രൊഫഷണലിന് മറ്റ് ചില അവകാശങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നതിനെയാണ് പ്രൊഫഷണൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ട്, അതാണ് ഡിസ്ക്രിമിനേഷൻ. പ്രൊഫഷണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ജോലിയിൽ ചില വേർതിരിവുണ്ടാവും, അതാണ് ഈ PR എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള വേർതിരിവാണ്? പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്നത് ഏജ് ഡിസ്ക്രിമിനേഷൻ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ തമാശ കാണിക്കേണ്ട കാര്യമല്ല. ഏജ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ പല കമ്പനീസും യങ്ങർ എംപ്ലോയീസിനെ മാത്രമേ എടുക്കൂ. ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്താൽ, ഇപ്പോൾ ഫ്രഷറായിട്ട്
നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നുമില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു 24, 25, 26 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രഷറായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങൾക്ക് 50-ാമത്തെ വയസ്സിലും ജോലി കിട്ടും. പക്ഷേ നിങ്ങൾ അപ്പോഴേക്കും വെൽ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്കൊക്കെ പോകാം. പക്ഷെ പലപ്പോഴും കാൻഡിഡേറ്റ്സ്, അതായത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഓൾഡർ കാൻഡിഡേറ്റ്സിനെക്കാളും ചിലപ്പോൾ ചില പൊസിഷനിലേക്ക് കമ്പനീസ് യങ്ങർ കാൻഡിഡേറ്റ്സ് മതി എന്ന് പറയും. ഇതൊരു പ്രൈവറ്റ് സെക്ടറിൻ്റെ വലിയൊരു കുഴപ്പമാണ്. നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആ കമ്പനിക്ക് വേണ്ടുന്ന ആളാണെന്ന് തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പൊയ്ക്കോളാൻ പറയും. അപ്പോൾ യങ്ങർ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഏജ് ഡിസ്ക്രിമിനേഷൻ. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെ തീരുമാനിക്കുക, അതാണ് ഏജ് ഡിസ്ക്രിമിനേഷൻ. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വയസ്സാകും തോറും നമുക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊരു പേടി വരും. ഇതുകൊണ്ടാണ് എല്ലാവരും ഈ ഗവൺമെൻറ് എംപ്ലോയീസ് ആവണമെന്ന് പറയുന്നത്. ഇതാണ് ഈ സർക്കാർ ജോലിയുടെ മഹത്വം എന്നൊക്കെ പറയത്തില്ലേ. അവിടെ നമ്മൾ ജോലിക്ക് കയറിയാൽ നമുക്ക് 56 വയസ്സാകുമ്പോഴേ റിട്ടയർ ആവേണ്ട കാര്യമുള്ളൂ. അല്ല നിങ്ങൾക്ക് 45 കഴിഞ്ഞ് കേട്ടോ അങ്ങ് പൊയ്ക്കോ എന്ന് അവർ പറയത്തില്ല, സർക്കാർ പറയത്തില്ല. പക്ഷേ പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ 45 കഴിയുമ്പോൾ പറയും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്തോ, പുതിയ പിള്ളേർ വരട്ടെ. ഇപ്പോൾ 45 വയസ്സായിട്ടും ആ കമ്പനിക്ക് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഏജ് കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയൊന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിന് പകരമായിട്ട് ചെറുപ്പക്കാരെ എടുത്തു കളയും. അതാണ് ഏജ് ഡിസ്ക്രിമിനേഷൻ. മറ്റൊന്ന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ചിലപ്പോൾ പറയും മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം മതി, അല്ലെങ്കിൽ നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വേണ്ട, അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കുന്നു. അത്തരത്തിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തും. വേജ് ഗ്യാപ്പ് ആവാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവാം, എന്തോ ആയിക്കോട്ടെ. സ്ത്രീ പുരുഷ അസമത്വം, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ശമ്പളം കുറച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എടുക്കുന്ന സമയത്ത് മെയിൽ കാൻഡിഡേറ്റ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഈ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക ജാതിക്കാരെ എടുക്കുന്നു എടുക്കുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ. ആർക്കെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റി ഉള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഫിസിക്കലോ മെൻ്റൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റി ഉള്ളതിൻ്റെ പേരിൽ പുള്ളിക്ക് ജോലി കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളയാൾക്ക് വേണ്ട വിധത്തിലുള്ള അക്കോമഡേഷൻ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റെപ്പിന് പകരം മറ്റേ റാമ്പ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അതൊക്കെ ഇനി പണിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുമായിരിക്കും, ഡിസബിലിറ്റി ഉള്ള ആളെ എടുക്കേണ്ടെന്നങ്ങ് വെക്കും. പ്രൈവറ്റ് മേഖലയിൽ അങ്ങനെ സംവരണമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസബിലിറ്റി ഉള്ളവരെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കി കളയും. ക്ലിയർ ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ പറയുന്ന ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ. ദെൻ മറ്റൊന്ന് റിലീജിയസ്, വിശ്വാസങ്ങൾ. ചില എംപ്ലോയീസിൻ്റെ വിശ്വാസങ്ങളെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഇന്ന ഡ്രസ്സ് ധരിച്ച് വരാം. അപ്പോൾ ഇവർ പറയും നിങ്ങളുടെ റിലീജിയസ് ബിലീഫ് ഒന്നും ഇവിടെ നടക്കത്തില്ല. ചിലപ്പോൾ ചിലർ പറയും ചില ഹോളിഡേയ്സ്, ഇപ്പോൾ പൂജ ഹോളിഡേ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് എനിക്ക് 2 ദിവസം അധികം ലീവ് വേണം. ചിലപ്പോൾ ആ കമ്പനിക്ക് പൂജ ഹോളിഡേ എന്ന് പറയുന്ന അവധി ആവണമെന്നില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. ചില ബിലീഫാണ്, എനിക്ക് പൂജ ഹോളിഡേക്ക് അവധി വേണമെങ്കിൽ അവധി കൊടുക്കുക, അത് അവരുടെ ബിലീഫാണ്. അങ്ങനെ കൊടുക്കാതെ അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ അതാണ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏജ് വൈസ് ആവാം, ജെൻഡർ വൈസ് ആവാം, റേഷ്യൽ ബേസ് ആവാം, ഡിസബിലിറ്റിയുടെ ബേസിലാവാം, റിലീജിയസ് ബേസ് ആവാം. ഇങ്ങനെ ഏത് രീതിയിലും ആയിക്കോട്ടെ എംപ്ലോയീസിനോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ റൈറ്റാണ് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെയർ ആയിരിക്കണം. അതായത് വർക്ക് പ്ലേസിൽ എല്ലാവരും ഒരുപോലെ ഈക്വൽ ആൻഡ് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കാനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പറ്റത്തുള്ളൂ. എന്തെങ്കിലും തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയോട് സ്നേഹം കാണത്തില്ല. അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് നമുക്കിവിടെ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ പോളിസീസ് ഉണ്ട്. ഏജിൻ്റെ ബേസിലോ ജെൻഡറിൻ്റെ ബേസിലോ റിലീജിയൻ്റെ ബേസിലോ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന നിയമമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഈ പറഞ്ഞ വയസ്സിൻ്റെയോ ഒന്നും പേരിൽ യാതൊരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവരത് പാലിച്ചിരിക്കണമെന്നാണ്. എല്ലാ എംപ്ലോയേഴ്സും നമുക്ക് എംപ്ലോയീസ് അവെയറാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവെയറാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റും. അതുകൊണ്ട് എംപ്ലോയേഴ്സ് സൂക്ഷിക്കേണ്ടത് നിയമപരമായിട്ട് ഇവിടെ തടഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ദെൻ പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നത് എന്താണെന്നറിയോ, എംപ്ലോയീസ് തമ്മിലും ഈ ഡിസ്ക്രിമിനേഷൻ വരും.
ഇപ്പോൾ ഒരു ടീമിൽ 10 പേരുണ്ട്. ഒരാളുടെ ജാതി വേറെയാണ്, ബാക്കി 9 പേര് വേറൊരു ജാതിയാണ്. ഇവർ 9 പേരും കൂടെ ചേർന്ന് ഇയാളെ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. എപ്പോഴും എംപ്ലോയേഴ്സ് മാത്രമല്ല കുഴപ്പം കാണിക്കുന്നത്. കുറേ പേരെ ജോലിക്കെടുക്കും. എംപ്ലോയർ എന്ത് വിചാരിക്കും? എല്ലാം ജാതി മതമൊക്കെ ഒന്ന് തന്നെ, ഒരു 10 പേരെയും എടുക്കും. പക്ഷേ ഈ 10 പേരിൽ 9 പേര് ഒരു റിലീജിയനും ഒരാൾ മറ്റേ റിലീജിയനും ആണെങ്കിൽ ഇവർ 9 എംപ്ലോയീസും കൂടെ ചേർന്ന് ഇയാളെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുത്തിരിക്കണം. യാതൊരു വിധത്തിലും നിങ്ങൾ ജോലിയിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. ദെൻ റിപ്പോർട്ടിംഗ് മെക്കാനിസം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു പേടിയും കൂടാതെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കണം. ഡിസ്ക്രിമിനേഷൻ നടന്നെങ്കിൽ അത് പറയാനുള്ള അവസരം കൊടുക്കണം. ദെൻ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. അതായത് എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട കുറേ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ പ്രായത്തിലുമുള്ള അങ്ങനെ ഡൈവേഴ്സിറ്റി നമ്മുടെ ബിസിനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 50 സ്ത്രീകൾ 50 പുരുഷന്മാർ. ഇതിലെല്ലാ ജാതിയിലും പെട്ടവരുണ്ട്, എല്ലാ മതത്തിലും പെട്ടവരുണ്ട്, എല്ലാ നിറത്തിലും പെട്ടവരുണ്ട്. അങ്ങനെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിനകത്ത് ഡൈവേഴ്സിറ്റി വരും. അത് ബിസിനസ്സിന് നല്ലൊരു പോസിറ്റീവ് സിഗ്നലാണ്. ഓക്കെ. ദെൻ റെഗുലർ ഓഡിറ്റും അസസ്മെൻറ്റും നടത്തുക. കൃത്യമായിട്ട് വർക്ക് പ്ലേസിൽ റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം എടുക്കണം. ഫൈനലി ഞാൻ പറഞ്ഞു, ലീഗൽ കംപ്ലയിൻസ് ഉണ്ട്. ഈ ജാതീയ അധിക്ഷേപം, ജാതിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് കുറ്റമാണ്. നമ്മുടെ നിയമത്തിൽ അത് കുറ്റമാണ്. ഈ ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ നിയമപരമായിട്ട് കുറ്റമാണ്. സോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ചുമ്മാ കളിയാക്കൽ മാത്രമല്ല, കൊണ്ടുപോയി കേസ് കൊടുത്താൽ അകത്ത് കിടക്കും. അപ്പോൾ അങ്ങനെ ലീഗൽ കംപ്ലയിൻസ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നത്. ഓക്കെ. ഇതിലെല്ലാത്തിനും പുറമെ എല്ലാ പ്രൊഫഷണൽസിനും അസോസിയേഷനും ഓർഗനൈസേഷനും ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ച കളക്റ്റീവ് ബാർഗൈനിങ്. ഒരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ആരും ആയിക്കോട്ടെ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തൊഴിലാളികളും ഒരു സംഘടനയിൽ മിക്കവാറും മെമ്പർ ആയിരിക്കും. അപ്പോൾ അവർ ഒറ്റയ്ക്കല്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ സംഘടന ഇടപെടും. ഒരു തൊഴിലാളി പോലും ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിലും, ചുമട്ട് തൊഴിലാളിയാണെങ്കിലും, ടീച്ചേഴ്സ് ആണെങ്കിലും, ഡോക്ടേഴ്സ് ആണെങ്കിലും ആരും ആയിക്കോട്ടെ, ഈ തൊഴിലാളികൾ ഒരു തൊഴിലാളി സംഘടനയിൽ എന്തായാലും മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ ആ സംഘടനയിൽ അത് റേസ് ചെയ്യും, അവരത് പ്രശ്നമാക്കുകയും ചെയ്യും. ഓക്കെ.